നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ ബുള്ളറ്റ് ഇടിച്ച് യാത്രികൻ മരിച്ചു. മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി പുത്തരിക്കൽ തോട്ടത്തിൽ മുഹമ്മദിന്റെ മകൻ 39 വയസ്സുള്ള നുബൈദ് ആണ് മരിച്ചത്. ശനിയാഴ്ച അർദ്ധരാത്രിയോടെ കൊരട്ടിക്കര മുഹ്യുദ്ദീൻ മസ്ജിദിന് മുമ്പിലായിരുന്നു അപകടം. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ ആദ്യം പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെ മരണം സംഭവിക്കുകയായിരുന്നു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ SDPI പിന്തുണ സ്വീകരിച്ച് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പദവികളിൽ ചുമതലയേറ്റ AM നിതീഷിനെയും സെബേറ്റ വർഗീസിനെയും കോൺഗ്രസ് പുറത്താക്കി. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിൻ്റെതാണ് നടപടി. SDPI പിന്തുണയിൽ കോൺഗ്രസ് ഭരണത്തിലെത്തിയതിന് തൊട്ടുപിന്നാലെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് DCC നേതൃത്വം നിതീഷിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിന് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് അടിയന്തര നടപടി ഉണ്ടായത്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് സബേറ്റയ്ക്കെതിരെയും നടപടിയുണ്ടായത്. LDFന് 6 അംഗങ്ങളും UDFന് 5 അംഗങ്ങളും SDPIക്ക് 2ഉം BJPക്ക് 1 അംഗവുമാണ് പഞ്ചായത്ത് ഭരണസമിതിയിലുണ്ടായിരുന്നത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം നടന്ന തിരഞ്ഞെടുപ്പിൽ നിന്നും BJP അംഗം വോട്ട് രേഖപ്പെടുത്താതെ വിട്ടുനിന്നിരുന്നു. കോൺഗ്രസിലെ ഒരു വിഭാഗം SDPIയുമായി ഉണ്ടാക്കിയ രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിലാണ് SDPI അംഗങ്ങളായ ഷാമില കബീർ, ഷഹീദ് എന്നിവർ UDFന് വോട്ട് ചെയ്തത്. ഇതോടെയാണ് UDF അധികാരത്തിലെത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ CPM, BJP, SDPI എന്നീ കക്ഷികളുമായി ചേർന്ന് അധികാരം പങ്കിടില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതെല്ലാം കാറ്റിൽ പറത്തിയാണ് DCC എക്സിക്യൂട്ടീവ് അംഗം വർഗീസ് ചൊവ്വന്നൂരിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ SDPI പിന്തുണയോടെ കോൺഗ്രസ് ഭരണം പിടിച്ചത്. നിതീഷിനെയും വർഗീസ് ചൊവ്വന്നൂരിൻ്റെ ഭാര്യ കൂടിയായ സബേറ്റയെയും പുറത്താക്കിയ DCC നടപടി പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമായും കോൺഗ്രസിലെ ഒരു വിഭാഗം കാണുന്നുണ്ട്. കോൺഗ്രസ് പതാകയ്ക്ക് മുകളിൽ കരിങ്കൊടി കെട്ടിയുള്ള പ്രതിഷേധവും കഴിഞ്ഞ ദിവസം പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം നടത്തിയിരുന്നു. കാൽനൂറ്റാണ്ടായി ഇടതുപക്ഷം ഭരിച്ചിരുന്ന പഞ്ചായത്താണ് ചൊവ്വന്നൂർ. ഒരുമനയൂർ പഞ്ചായത്തിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് UDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റായി കോൺഗ്രസിലെ PM താഹിറും വൈസ് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ നഷറ മുഹമ്മദുമാണ് സ്ഥാനമേറ്റത്. മത്സരിക്കാനുള്ള അംഗബലമില്ലാത്തതിനാൽ LDFും NDAയും ശനിയാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. പ്രസിഡന്റായി PM താഹിറിന്റെ പേര് RS ഷക്കീർ നിർദ്ദേശിക്കുകയും ലീന സജീവൻ പിന്താങ്ങുകയും ചെയ്തു. വരണാധികാരി ജലജകുമാരി നേതൃത്വം നൽകി. വൈസ് പ്രസിഡന്റായി നഷറ മുഹമ്മദിന്റെ പേര് PM താഹിർ നിർദ്ദേശിക്കുകയും PK കബീർ പിന്താങ്ങുകയും ചെയ്തു. 14 അംഗ ഭരണസമിതിയിൽ UDFന് 11 സീറ്റും LDFന് 2 സീറ്റും NDAക്ക് 1 സീറ്റുമാണ് ഉള്ളത്. കഴിഞ്ഞ തവണ 13 അംഗ ഭരണസമിതിയിൽ LDFന് 8ഉം UDFന് 4ഉം NDAക്ക് 1 അംഗവുമാണ് ഉണ്ടായിരുന്നത്. ഈ നിലയിൽ നിന്നാണ് 11 അംഗങ്ങളിലേക്ക് UDFന്റെ കുതിപ്പ്. ചാവക്കാട് തിരുവത്ര ജീലാനി നഗറിൽ അജ്ഞാത ജീവി ആടുകളെ കടിച്ചുകൊന്നു. ജീലാനി തേച്ചൻ വീട്ടിൽ ഖദീജയുടെ വീട്ടിലെ 2 ആടുകളാണ് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ചത്തത്. ഒരാടിന് കടിയേറ്റെങ്കിലും രക്ഷപ്പെട്ടു. ആടുകളുടെ കരച്ചിൽ കേട്ട് വീട്ടുകാർ പുറത്തെത്തിയപ്പോഴാണ് ചത്ത നിലയിൽ കണ്ടത്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മൃഗഡോക്ടർ ഷർമിള സ്ഥലത്തെത്തി. വാർഡ് കൗൺസിലർ റമീജ, CK രമേശ്, മഹിളാ അസോസിയേഷൻ മേഖലാ ട്രഷറർ ബൈമി സുനിൽ എന്നിവരും സ്ഥലം സന്ദർശിച്ചു. മരത്തംകോട് പൊതുശ്മശാനത്തിന് സമീപം നായ്ക്കളെ കൂട്ടത്തോടെ ചത്ത നിലയിൽ കണ്ടെത്തി. കടങ്ങോട് പഞ്ചായത്ത് 18-ാം വാർഡിൽ ശ്മശാനത്തിന് സമീപത്തുള്ള ഒഴിഞ്ഞ പറമ്പിലാണ് ദിവസങ്ങൾ പഴക്കമുള്ള നിലയിൽ നായ്ക്കളുടെ ജഡം കണ്ടെത്തിയത്. വിഷം ഉള്ളിൽ ചെന്നാണോ ചത്തത് എന്ന് വ്യക്തമല്ല. ദുർഗന്ധം വന്നതിനെ തുടർന്നാണ് നാട്ടുകാർ വിവരമറിഞ്ഞത്. ഈ മേഖലയിൽ പൊതുവെ നായ്ശല്യമുള്ളതായും നിരവധി തവണ പഞ്ചായത്തിൽ അറിയിച്ചിരുന്നുവെങ്കിലും നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ചൊവ്വലൂർ ശിവക്ഷേത്രത്തിൽ 41 ദിവസം നീണ്ടുനിന്ന മണ്ഡലകാലത്തിന്റെ സമാപന ദിവസത്തോടനുബന്ധിച്ച് ശ്രീ മഹാദേവന് കളഭാഭിഷേകം നടത്തി. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി കളഭാഭിഷേകത്തിന് മുഖ്യകാർമ്മികനായി. അഭിഷേകത്തിനായുള്ള കളഭം ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ എഴുന്നള്ളിച്ച് കൊണ്ടുവരികയായിരുന്നു. സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം നടക്കുന്ന തിരുവാതിരക്കളിയും കേച്ചേരി തിരുവാതിരക്കളി സംഘത്തിന്റെ കൈകൊട്ടിക്കളിയും പാലക്കാട് ചന്ദ്രനഗറിലെ ഇന്ദുമുഖി സംഘത്തിന്റെ പിന്നൽ തിരുവാതിരയും അരങ്ങേറി. മഹാദേവന്റെ ജന്മനാളായ ധനുമാസത്തിലെ തിരുവാതിര
ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് ആഘോഷിച്ചു വരുന്നത്. തിരുവാതിരയോടനുബന്ധിച്ച് ദിവസവും വൈകിട്ട് 6 മണി മുതൽ ക്ഷേത്രാങ്കണത്തിൽ കൈക്കുട്ടിക്കളിയും മറ്റ് കലാപരിപാടികളും നടന്നുവരുന്നുണ്ട്. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് മധ്യവയസ്കന് കടന്നൽ കുത്തേറ്റു. ഇരിങ്ങപ്പുറം പറങ്ങനാട്ട് വീട്ടിൽ സുരേഷിനാണ് കുത്തേറ്റത്. രാവിലെ 8 മണിയോടെ മണിഗ്രാം അമ്പലത്തിന് സമീപമാണ് സംഭവം. റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന സുരേഷിനെ കടന്നൽക്കൂട്ടം ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇയാളെ എക്സ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 10 വർഷത്തിനു ശേഷം ഇടതുമുന്നണിയിൽ നിന്നും പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിച്ചതിൽ പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുമോദന സദസ്സും ആഹ്ലാദ പ്രകടനവും നടത്തി. പോർക്കുളം സെന്ററിൽ നടത്തിയ സദസ്സിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട KA ജ്യോതിഷിനെയും വൈസ് പ്രസിഡന്റ് തുഷാര സുബീഷിനെയും മറ്റ് കോൺഗ്രസ് ജനപ്രതിനിധികളെയും രാജീവ് അനുമോദിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ച സദസ്സിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ രാധാകൃഷ്ണൻ മാസ്റ്റർ, തമ്പി മാസ്റ്റർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രമോദ്, ഹരികുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി UDF പ്രവർത്തകർ പങ്കെടുത്തു. വെള്ളാറ്റഞ്ഞൂർ ശ്രീ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. ക്ഷേത്രമേൽശാന്തി നടുവിൽ മഠം ശ്രീനിവാസ അയ്യർ ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അമ്മാത്തിന് നൽകിയാണ് പ്രകാശനം നടത്തിയത്. ജനുവരി 29, 30, 31 തീയതികളിലായിട്ടാണ് പൂരാഘോഷം. ജനുവരി 23-ന് പൂരം കൊടിയേറ്റവും 27-ന് നടക്കൽ പറയ്ക്ക് ശേഷം ദേശത്തെ വീടുകളിൽ പറയെടുപ്പ് നടക്കും. നടക്കൽ പറയ്ക്കും ദേശപ്പറയ്ക്കും കോമരം വിശ്വനാഥൻ തയ്യൂർ കാർമ്മികനാകും. ക്ഷേത്രോത്സവ വേദിയിൽ കലാസന്ധ്യയുടെ ഭാഗമായി നൃത്തനൃത്യങ്ങൾ അരങ്ങേറും. ക്ഷേത്ര മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ ക്ഷേത്രം രക്ഷാധികാരിയും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ MGS നായരെ ആദരിക്കലും തുടർന്ന് ഗാനമേളയും ഉണ്ടാകും. ജനുവരി 29-ാം തീയതി വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് വെള്ളാറ്റഞ്ഞൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിപ്പും സന്ധ്യയ്ക്ക് പരമ്പരാഗത അനുഷ്ഠാന കലാരൂപമായ തോറ്റം ചെല്ലലോടെ കീഴേക്കാവ് വേല കുട്ടിക്കയറും. തുടർന്ന് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ഉത്സവാഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തും. 30-ാം തീയതി നടക്കുന്ന പരമ്പരാഗത താന്ത്രിക ചടങ്ങുകളോടെ ഗുരുതി പൂജയ്ക്ക് ശേഷം പൂരമഹോത്സവം സമാപിക്കും. 31-ാം തീയതി ക്ഷേത്ര ഉപദേവനായ ഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷവും ഉണ്ടാകും. ബ്രോഷർ പ്രകാശന ചടങ്ങിൽ ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, KS ബാബു, TP അജിത് കുമാർ, പ്രമോദ് മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെല്ലുവായ് ശ്രീധനന്തുരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് ആരംഭിച്ച സംഗീതോത്സവം പ്രശസ്ത പിന്നണി ഗായകൻ സന്നിധാനന്ദൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ, ദേവസ്വം ഓഫീസർ G ശ്രീരാജ്, ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ബിനു ചന്ദ്രൻ, സെക്രട്ടറി ബൈജു എന്നിവർ പങ്കെടുത്തു. തുടർന്ന് സംഗീതാർച്ചന, നൃത്തവിരുന്ന്, തുള്ളൽ സമന്വയം എന്നിവ നടന്നു. സംസ്ഥാന സർക്കാരിന്റെ ഫോക്ലോർ അവാർഡ് നേടിയ ഉടുക്കുപാട്ടാശാൻ വാസുണ്ണി ഗുരുസ്വാമിയെ ചെറുമനേങ്ങാട് കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. 6 പതിറ്റാണ്ടിലധികമായി ഉടുക്കുപാട്ട് രംഗത്ത് സജീവമായുള്ള വാസുണ്ണി ആശാന് ലഭിച്ച അവാർഡ് നേട്ടം ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ കൂടി ഫലമാണെന്ന് കുന്നമ്പത്തുകാവ് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. കാലങ്ങളായി ക്ഷേത്രത്തിലെ വിളക്ക് പാർട്ടി വാസുണ്ണി ഗുരുസ്വാമിയുടെ നേതൃത്വത്തിലാണ് നടത്തിവരാറുള്ളത്. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഷാജി വലിയറ പൊന്നാട അണിയിച്ചു. സെക്രട്ടറി മേലേപുരയ്ക്കൽ ചന്ദ്രൻ, ട്രഷറർ അനിൽ മാസ്റ്റർ എന്നിവർ ചേർന്ന് ഉപഹാരം കൈമാറി. കമ്മിറ്റി മുൻ സെക്രട്ടറി ചന്ദ്രശേഖരൻ നായർ, ജോയിന്റ് സെക്രട്ടറി ഷാജൻ കോഴിപറമ്പിൽ എന്നിവർ പങ്കെടുത്തു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കല്ലുംപുറം സെന്റ് ജോർജ് ദേവാലയത്തിന്റെ കീഴിലുള്ള കല്ലുംപുറം സെന്റർ കുരിശുപള്ളി പെരുന്നാൾ ആഘോഷിച്ചു. ശനി, ഞായർ ദിവസങ്ങളിലായിരുന്നു പെരുന്നാൾ ആഘോഷം. ശനിയാഴ്ച വൈകിട്ട് സെന്റർ കുരിശുപള്ളിയിൽ ഇടവക വികാരി ഫാദർ അഫ്രൈം അന്തിക്കാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സന്ധ്യാ നമസ്കാരം അർപ്പിച്ചു. തുടർന്ന് നേർച്ച വിളമ്പലും ഉണ്ടായി. ഞായറാഴ്ച രാവിലെ 7:30-ന് സഭയുടെ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രോപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. കുർബാനയ്ക്ക് ശേഷം സെന്റർ കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണവും മെത്രോപ്പൊലീത്തയുടെ കാർമ്മികത്വത്തിൽ ധൂപപ്രാർത്ഥനയും ശ്ലൈഹിക വാഴ്വും കൈമുത്തും നേർച്ച വിളമ്പലുമുണ്ടായി. ഡീക്കന്മാരായ ഔഗിൻ, എൽദോ എന്നിവർ സംബന്ധിച്ചു. കുരിശുപള്ളി പെരുന്നാളിന് ഇടവക വികാരി ഫാദർ അഫ്രൈം അന്തിക്കാട്, ഇടവക സെക്രട്ടറി CP ഡേവിഡ്, ട്രഷറർ PC സൈമൺ, കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിൽ അംഗങ്ങൾ, മീഡിയ കൺവീനർ എന്നിവർ നേതൃത്വം നൽകി. വടക്കേക്കാട് ICA ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS സപ്തദിന സഹവാസ ക്യാമ്പ്
കോൺകോഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഫാത്തിമ കമാൽ പതാക ഉയർത്തി. വാർഡ് മെമ്പർ സുഗിജ സുമേഷ് ഉദ്ഘാടനം ചെയ്ത ക്യാമ്പിൽ ICA സ്കൂൾ സീനിയർ വൈസ് പ്രസിഡന്റ് OM മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ കൺവീനർ കുഞ്ഞാലു വി മൊയ്തു ബാഡ്ജ് വിതരണം ഉദ്ഘാടനം ചെയ്തു. കോൺകോഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ബഷീർ, സെക്രട്ടറി ഉമ്മർ, പ്രോഗ്രാം കൺവീനർ രാജീവ് ബെന്നി എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന വിളംബര ജാഥയിൽ കുട്ടികൾ പന്നിത്തടം സെന്ററിൽ ലഹരിവിരുദ്ധ ക്യാൻവാസ് സ്ഥാപിച്ചു. കോൺകോഡ് സ്കൂൾ മാനേജർ ബഷീർ ലഹരിവിരുദ്ധ ക്യാൻവാസ് ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ ലഹരിക്കെതിരെ കയ്യൊപ്പ് ചാർത്തി. കുന്നംകുളം സെന്റ് ലാസറസ് ഓർത്തഡോക്സ് പഴയ പള്ളിയിൽ ദൈവമാതാവിന്റെ പുകഴ്ച പെരുന്നാൾ ആഘോഷിച്ചു. ഡിസംബർ 25-ാം തീയതി വൈകിട്ട് സന്ധ്യാനമസ്കാരവും ദേശം ചുറ്റിയുള്ള പ്രദക്ഷിണവും നടന്നു. 26-ാം തീയതി മൂന്നിന്മേൽ കുർബാനയും പള്ളിക്കു ചുറ്റുമുള്ള പ്രദക്ഷിണവും നേർച്ച സദ്യയുമുണ്ടായി. പെരുന്നാൾ ചടങ്ങുകൾക്ക് കുന്നംകുളം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപൊലീത്ത പ്രധാന കാർമ്മികനായി. പെരുന്നാൾ ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഗീവർഗീസ് ജോൺസൺ, കൈസ്ഥാനി KC കുര്യാക്കോസ്, സെക്രട്ടറി ഷെറിൻ പോൾ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. ചിറ്റഞ്ഞൂർ ആലത്തൂർ അയ്യപ്പ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ധനുപ്പത്ത് മഹോത്സവവും സഹസ്രദീപവും ഭക്തിസാന്ദ്രമായി. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെ പുതിയ ദശാവതാര വാതിലിന്റെയും നടപ്പുരയുടെയും സമർപ്പണവും നടന്നു. ശില്പഭംഗിയാർന്ന വാതിൽ ചൊവ്വനൂർ പുതുരുത്തി വളപ്പിൽ ദാസനാണ് ക്ഷേത്രത്തിന് സമർപ്പിച്ചത്. വൈകുന്നേരം വിഷ്ണുപ്രഭ താലകമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന താലം എഴുന്നള്ളിപ്പ് ക്ഷേത്രാങ്കണത്തെ ഭക്തിനിർഭരമാക്കി. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് അമ്മാട്ട്, സുരേന്ദ്രൻ കറുത്തേടത്ത്, വിഷ്ണുപ്രഭ താലകമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സംസ്ഥാന ഫോക്ലോർ അവാർഡിന് അർഹനായ പ്രശസ്ത ശാസ്താംപാട്ട് കലാകാരൻ ചെറമനങ്ങാട് വാസുണ്ണി ഗുരുസ്വാമിയെ ചിറ്റിലാംകാട് ദേശവിളക്ക് ആഘോഷ കമ്മിറ്റി ആദരിച്ചു. മണ്ഡലം 41 ചിറ്റിലാംകാട് ദേശവിളക്കിനോടനുബന്ധിച്ച് പുറമലക്കുന്ന് അയ്യപ്പസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്ര മേൽശാന്തി രാജുവിന്റെ സാന്നിധ്യത്തിൽ പ്രസിഡന്റ് ചേമ്പിൽ അനീഷ് പൊന്നാടയണിയിച്ചു. സെക്രട്ടറി പനവല്ലി വിനീഷ് സ്നേഹോപഹാരം നൽകി. പേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമവും നവഗ്രഹ പൂജയും നടന്നു. കാലത്ത് 8:30-നാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ക്ഷേത്ര മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി കാർമ്മികനായി. പൂജയിൽ 300ഓളം പേർ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, ഭരണസമിതി പ്രസിഡന്റ് ശിവരാമൻ തെക്കോട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ 130ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന് മഹ്ദി ഇമാമിന്റെ ജന്മഗേഹമായ പഞ്ചാബിലെ ഖാദിയാനയിൽ തുടക്കമായി. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ 5ാമത്തെ ഖലീഫ ഹദ്രത്ത് മിർസ മസ്റൂർ അഹമ്മദിന്റെ പ്രതിനിധി റഫീഖ് അഹമ്മദ് മലബാരി 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് ഇനാം ഗോറി, മുഹമ്മദ് ഹമീദ് കൗസർ, ഹാഫിൽ മഖ്ദൂം ഷെരീഫ്, മുനീർ അഹമ്മദ് ഖാദിം തുടങ്ങിയവർ സംസാരിച്ചു. കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളോടൊപ്പം വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ആളൂരിൽ നിന്നുള്ള പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഹദ്രത്ത് മിർസ മസ്റൂർ അഹമ്മദ് സമാപന സമ്മേളനത്തിൽ മുസ്ലിം ടെലിവിഷൻ അഹമ്മദിയ ചാനലിലൂടെ വിശ്വാസികൾക്ക് സന്ദേശം നൽകും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.